20 വർഷങ്ങൾക്കിപ്പുറത്ത് കോഴിക്കോട് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് പ്രമുഖനെയാണ് കളത്തിലിറക്കുന്നത്. ഹൈക്കമാൻഡിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ രണ്ടുപേരെ മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ അഭിമാന പോരാട്ടമാണ് ഇക്കുറി കോഴിക്കോട് നടക്കുക. കാരണം ഇക്കഴിഞ്ഞ ലോക്സഭയിലടക്കം കോഴിക്കോട് നിന്നും കോൺഗ്രസ് നേതാക്കൾ മിന്നുന്ന വിജയമാണ് നേടിയത്. 2019 അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 8 നിലയിൽ പൊട്ടുകയാണ്. ആ കാഴ്ചയാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ടും കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി, ഏലത്തൂർ, കോഴിക്കോട് തെക്ക്, കോഴിക്കോട് വടക്ക്, ബേപ്പൂർ, കുന്ദമംഗലം, കൊടുവള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. ഇവിടെ 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി MK രാഘവൻ 1,46,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ മിന്നും സ്ഥാനാർത്ഥിയായ എളമരം കരീമിനെയാണ് തോൽപ്പിച്ചത്. 2019 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇതേ MK രാഘവൻ തന്നെയായിരുന്നു വിജയം. 2024 എത്തിയപ്പോൾ വീണ്ടും ഈ കോൺഗ്രസ് നേതാവ് ഭൂരിപക്ഷം ഉയർത്തുകയല്ലാതെ ഒട്ടും കുറച്ചിട്ടില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇക്കുറി ജനപ്രിയനായ, കോഴിക്കോടിനെ നന്നായിട്ടറിയാവുന്ന, കോഴിക്കോടിനും ചിരപരിചിതനായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് വളരെ നേരത്തെ തീരുമാനിക്കുന്നത്. സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ലെങ്കിലും രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാ ദിവസവും കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും പരിപാടിയിൽ അദ്ദേഹം ഉദ്ഘാടകനായി ഉണ്ടാകും. മാത്രമല്ല, ഇനി മത്സര രംഗത്തില്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്നും അതുവഴി പൂർണ്ണമായും സീറ്റുകൾ നഷ്ടപ്പെട്ട കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മുഖമായി മുല്ലപ്പള്ളി രാമചന്ദ്രനെ കാണിക്കുകയും ചെയ്യും എന്നുള്ളതാണ് KPCC കൈകൊള്ളാൻ പോകുന്ന തീരുമാനം. അതുപ്രകാരം മുല്ലപ്പള്ളിക്ക് കൊയിലാണ്ടിയിലോ നാദാപുരത്തോ ആണ് സീറ്റ് നൽകാൻ പോകുന്നത്. സാധ്യത കൂടുതൽ നാദാപുരത്തായിരിക്കും. അവിടെ മത്സരിച്ചു തോറ്റ DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ കൊയിലാണ്ടിയിൽ മത്സരിക്കാനാണ് സാധ്യത. നാദാപുരം മണ്ഡലത്തിൽ മുല്ലപ്പള്ളി അനായാസം വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും നാട്ടുകാരും ഒന്നടങ്കം പറയുന്നത്. മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാവുകയും ഒരു ഇടതു മണ്ഡലം പിടിച്ചെടുക്കുമെന്ന പ്രതീതി ഉണ്ടാക്കുക വഴി തൊട്ടടുത്തുള്ള എല്ലാ മണ്ഡലങ്ങളിലും അത് വലിയ അലയൊലികൾ ഉണ്ടാക്കും എന്നുറപ്പായി. മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം അതുവഴി തൊട്ടടുത്തുള്ള കുറ്റിയാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത്, കുന്നമംഗലം, തിരുവമ്പാടി, ബാലുശ്ശേരി, കുന്നംകുളം തുടങ്ങിയ നിലവിലെ ഇടതു സീറ്റുകളിലെല്ലാം ഒരു തരംഗമുണ്ടാക്കാൻ UDFന് കഴിയും. പ്രവീൺകുമാർ, അഭിജിത്ത്, അഡ്വക്കേറ്റ് K ജയന്ത്, പാറക്കൽ അബ്ദുള്ള തുടങ്ങിയ UDF നേതാക്കൾ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ കോഴിക്കോട് ജില്ലയിലെ ഒട്ടനവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിയും. അതാണ് മുല്ലപ്പള്ളി എന്ന ജനകീയ നേതാവിനെ KPCC ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം. ഇത്തരത്തിൽ കേരളം പിടിക്കാനുള്ള പ്രത്യേക നിർദ്ദേശവും ഉപദേശവും ഇക്കുറി ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ പ്രിയങ്ക ചുവടുറപ്പിച്ചതോടെയാണ് ഇത്തരത്തിലൊരു നീക്കം.